ശ്രീനാരായണ ഗുരുവിന്റെ ബാല്യകാലം. വയൽവാരത്തെ വീടിനോട് ചേർന്നുള്ള പാടത്തും പറമ്പിലുമൊക്കെ കൃഷിപ്പണികൾ ചെയ്യുന്നതിനായി ദിവസവും വേലക്കാരുണ്ടായിരുന്നു. മുതിർന്നവർ പണിയെടുക്കുമ്പോൾ അവരുടെ കുട്ടികൾ പാടക്കരയിലെ വരമ്പത്തിരുന്ന് പലതരം കളികളിൽ ഏർപ്പെടുകയാണ് പതിവ്. ആ കുട്ടികളുമായി ചെങ്ങാത്തം കൂടാൻ നാണുവിന് ഏറെ ഇഷ്ടമായിരുന്നെങ്കിലും വീട്ടിലെ മുതിർന്നവർ അതിന് അനുവദിച്ചിരുന്നില്ല. കാരണം അവർ അന്നത്തെ തീണ്ടൽ ജാതികളിൽ പെട്ടവരായിരുന്നു. നാണു ഒരിക്കൽ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ, അവരും എന്നെപ്പോലെയുള്ള കുട്ടികളല്ലേ, അവരുമായി കൂട്ടുകൂടുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കുട്ടിയമ്മയ്ക്ക് ഉത്തരമില്ലായിരുന്നു. എങ്കിലും കുട്ടിയമ്മ പറഞ്ഞു, നാണു, അവർ താണ ജാതിയിൽപ്പെട്ട കുട്ടികളല്ലേ, അവരെ തൊട്ടാൽ നീ അശുദ്ധമാകും. കുട്ടിയമ്മ വളരെ സമാധാനത്തോടെ നാണുവിനെ ഐത്താചാരത്തെക്കുറിച്ചും തീണ്ടാപ്പാടിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. നാണുവിന് ഇത് കേട്ട് സങ്കടമായി. അയ്യോ കഷ്ടം, അവരും മനുഷ്യരല്ലേ അമ്മേ. ഒരു ദിവസം പാടത്ത് പണി കഴിഞ്ഞു വരുന്ന ഒരു വലിയ അമ്മയെ നാണു ഓടിച്ചെന്ന് തൊട്ടു. അമ്മ ചോദിച്ചു, എന്തിനാ മോനെ ഓടി വന്ന് എന്നെ തൊട്ട് അശുദ്ധമായത്? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അമ്മയെ ഒന്ന് തൊട്ടതല്ലായുള്ളൂ. ഇങ്ങനെ ഒന്ന് തൊട്ടാൽ ഞാൻ എങ്ങനെയാ അശുദ്ധമാകുക? നമ്മളെല്ലാം മനുഷ്യരല്ലേ. നാണു അതിനുശേഷം വയൽവാരത്തേക്കെത്തി. കൃഷ്ണൻ വൈദ്യർ എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. കൃഷ്ണൻ വൈദ്യർ നാണുവിനെ ശകാരിക്കുവാൻ തുടങ്ങി. പക്ഷേ അത് കേൾക്കാൻ നിൽക്കാതെ നാണു കുളിച്ച് ശുദ്ധി വരുത്താതെ അമ്മാവനെ തൊട്ടിട്ട് അടുക്കളയിലേക്ക് ഓടി അമ്മയെയും മറ്റെല്ലാവരെയും തൊട്ട് അശുദ്ധരാക്കി. കുട്ടിയമ്മ നാണുവിൻ്റെ ചില സംശയങ്ങളും ചോദ്യങ്ങളും വൈദ്യരെ പറഞ്ഞു കേൾപ്പിച്ചു. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ചോദ്യങ്ങൾ കേട്ട് വൈദ്യരുടെ ദേഷ്യമെല്ലാം പോയി.